Hi friends, I am back with a new lesson. My name is Binu and you are watching me on BMC English. Friends, in the previous videos we were discussing how to make positive and negative sentences in the past perfect. But today in this lesson I am going to teach you how to make questions, especially yes or no questions in the past perfect tense. So let's get started. അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം വിശകലനം ചെയ്ത് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം, പ്രത്യേകിച്ചും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നതാണ്. ആദ്യം നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിൽ ചോദ്യങ്ങൾ എപ്പോൾ എങ്ങനെ എന്നൊന്ന് മനസ്സിലാക്കാം. പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. We use past perfect tense to ask questions about action that took place before a certain moment or another action in the past എന്നാണ്. അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന ഏതെങ്കിലും രണ്ട് പ്രവൃത്തികളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അതിൽ ഒരു പ്രവൃത്തി മറ്റേതിനേക്കാളും നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദ്യ രൂപത്തിലാണ് നമ്മളിവിടെ പരിശീലിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, അതായത് കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും രണ്ട് പ്രവൃത്തികളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിലൊരു പ്രവൃത്തി മറ്റേതിനേക്കാളും നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദ്യരൂപത്തിൽ പരിശീലിക്കുന്നു. മനസ്സിലായല്ലോ? നമുക്ക് ധാരാളം എക്സാമ്പിൾസ് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇതിൻ്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് മനസ്സിലാക്കാം. നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റിൽ യെസ് ഓർ നോ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് അഥവാ പാറ്റേൺ ആണ് ഹാർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ ചോദ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കിനി ധാരാളം എക്സാമ്പിൾസ് നോക്കാം, പരിശീലിക്കാം. ലെറ്റ് മീ റബ് ഇറ്റ് ഓഫ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ please make sure that you spend at least 10 minutes every day to improve your language. Okay? Let me write the first one. Had he reached home before it rained? നമ്മൾ ആദ്യത്തെ ചോദ്യത്തിനെ ഒന്ന് നോക്കിയേ. ബിഫോർ ഇറ്റ് റെയിൻഡ് എന്താണ് ഇതിൻ്റെ അർത്ഥം? മഴ പെയ്യുന്നതിന് മുമ്പ് അവൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നോ എന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഒന്ന് മഴ പെയ്യുക എന്ന പ്രവൃത്തി, മറ്റൊന്ന് വീട്ടിലെത്തിച്ചേരുക എന്നുള്ള പ്രവൃത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ഓക്സിലറി ഫോമായ ഹാർഡ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ്, ദെൻ V3, ദെൻ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദ നെക്സ്റ്റ് വൺ, ഹാർഡ് ദേ. ലെറ്റ് മീ റൈറ്റ് ഹിയർ. ഹാർഡ് ദേ submitted the file before the meeting started? Question mark. എന്താണ് ഇതിൻ്റെ അർത്ഥം? മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് അവർ ഫയൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ലേ? വ്യക്തത കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന, ഒരിക്കൽ കൂടെ പറയുന്നു, ഓക്സിലറി ഫോമായ ഹാർഡ്, സബ്ജക്റ്റ്, then V3. The next one, had you done homework? Had you done homework before you went school? Before you went to school. എന്താ അതിൻ്റെ അർത്ഥം? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ,
നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് പരിചയപ്പെട്ടേക്കാം. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. Okay, let me give you the next example. Had they finished cooking? Had they finished cooking before the guests arrived? Before the guests arrived. അതിഥികൾ വരുന്നതിന് മുമ്പ് അവർ പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. Then next one, had she prepared well before she attended the interview. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഹാഡ് ദേ ക്ലീൻഡ് the rooms before the guests arrived. അതിഥികൾ വരുന്നതിന് മുമ്പ് അവർ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ എക്സാമ്പിൾ കൂടെ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, yes. Then the next one, had they consulted a doctor? Had they consulted a doctor before they took മെഡിസിൻ? എന്താണ് ഇതിനർത്ഥം? യെസ്, അവർ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്, അല്ലേ? മറന്നിട്ടില്ലല്ലോ. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ്, അതിനുശേഷം സബ്ജക്റ്റ്, ദെൻ V3. ദെൻ ദ ലാസ്റ്റ് എക്സാമ്പിൾ, ഹാഡ് she written letters before the manager came? മാനേജർ വരുന്നതിന് മുമ്പ് തന്നെ അവൾ കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ യെസ് ഓർ നോ ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്ന് നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് ക്ലാസ്, പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. I'll be back soon. Till then, bye.